ഹായ് ഗൈസ്, നമസ്കാരം. മുട്ട വെച്ചിട്ട് മുട്ടയുടെ മഞ്ഞക്കരു പോലും കഴിക്കാത്ത ആൾക്കാർക്ക് വരെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ, പിന്നെ നല്ല ചൂട് ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ട്, നല്ല മധുരമൊക്കെ ഇട്ടിട്ടുള്ള ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടും നല്ല, എന്ന് വെച്ചാൽ അന്നേരം കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഡ്രൈ ആക്കണം. ഇപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു അളവ് വേണം, വെള്ളത്തിൻ്റെ ഒരു അളവ് ഇങ്ങനെ വേണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുപാടൊന്ന് ചതഞ്ഞു പോകണ്ട, അതുപോലെ തന്നെ വെള്ളവും ചേർക്കണ്ട. പിന്നെ ഞാനിതിപ്പോൾ ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്. ഒരു കുടോ? ഒരു ഉണ്ട. ഒരു കുടം വെളുത്തുള്ളി ഇത്രയും പുളിയും ചേർക്കുന്നുണ്ട്. പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. വേണ്ട, മുളക് പൊടി ഞാൻ കുറച്ച്, ഇവിടെ എല്ലാവർക്കും എരി കുറച്ച് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല പൊടിച്ചത്, ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കുറച്ച് കുരുമുളക് പൗഡർ, എല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരയേണ്ട, വെള്ളവും ചേർക്കരുത്. ഓക്കെ. നമ്മൾ അതിനായിട്ട് 4-5 മുട്ട പൊട്ടിച്ച് വെച്ച് അതൊന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവനവൻ്റെ എരിക്ക് ആവശ്യമായ കുരുമുളക് ചേർക്കുക. അത് നമ്മൾ മറ്റേ ഇതിലും ചേർത്തിട്ടുണ്ട്, എനിക്ക് ഇച്ചിരി എരിയൊക്കെ കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കുക. അതിന് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഒരുപാട് ചിക്കി നമ്മൾ മുട്ട എന്താ പറയുക, പൊരിയൽ ഉണ്ടാക്കുന്ന പോലെ പൊടിയാക്കണ്ട. അത്യാവശ്യം എനിക്ക് നല്ലോണം പൊരിയണം. അത് ഇതിൽ പറ്റില്ല, അതല്ലല്ലോ ഉണ്ടാക്കുന്നത്. എനിക്കും അറിയില്ല, അമ്മയുടെ റെസിപ്പി. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് ഇങ്ങനെ ആവും. അപ്പോൾ നമ്മളിനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കാണിക്കാം. അത് വാങ്ങിയതിന് ശേഷം നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതാണോ കുറച്ച്? ആവശ്യത്തിന്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒഴിച്ചു. പക്ഷെ ഇതുണ്ടാക്കാൻ താല്പര്യപ്പെടുന്നവർ ഇഷ്ടത്തിന് ഒഴിക്കുക. അമ്പിളി മാമൻ. കുറച്ച് കടുകിടുക. ടപ്പേ ടപ്പേ ടപ്പേ. ഞാൻ മാറി പൊട്ടുന്നത് പോലെ. അയ്യോ, എറി. കുറച്ച് മുളക് ഇടുക. അയ്യോ, കൈ. നമ്മളിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ സംഗതികൾ ഇട്ട് കൊടുക്കുക. അതിന് ഈ ജില്ലേന്നേ ഓടിപ്പോയി. ശേഷം ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നടന്നു കുഞ്ചു നടന്നു. നല്ല മണം. പിന്നെ മസാലയൊക്കെ നമ്മുടെ ഉള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. അഴുക്കുവെള്ളമൊന്നുമല്ല കേട്ടോ. ഞാൻ ഇനി വന്ന് വഴക്കിട്ടൊക്കെ വരില്ലേ?
ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഈ പാകമാകുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ട്. So we are adding ഉപ്പ്. അതിനുശേഷം നമ്മളിനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കണം. ചിക്കി പൊളിച്ച മുട്ട എല്ലാം കൂടി ഇട്ട് എന്നിട്ട് നന്നായിട്ട് കണ്ടന്തുണ്ട് ഇളക്കുക. നല്ല മണം. ചോറുണ്ണ ഒന്ന് ആവട്ടെ. പോവാന്ന് പറഞ്ഞ നല്ല എരിവും പുളിവും ഒക്കെ ഉള്ളൊരു മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഇതൊന്നും വറ്റട്ടെ. നല്ല എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി കറിവേപ്പിലയിട്ട് ചോറുണ്ണ. കറിവേപ്പിലയിട്ട് ചോറിന് നല്ല മണം. ഓക്കെ, റെഡിയായി. എല്ലാവരും ചോറുണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും നോക്കണം. നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. മുട്ട കഴിക്കാത്ത ആൾക്കാർ, അല്ല മുട്ട മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നല്ല അടിപൊളി ഒരു ഡിഷാണിത്. എല്ലാവരും ട്രൈ കറോ. ഓക്കെ.